നമസ്കാരം. വടകരയിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സ്വന്തം അണികളെ വെച്ച് വർഗീയ വിഷം കലർത്താൻ നോക്കിയ കമ്മ്യൂണിസ്റ്റ് സൈബർ ക്രിമിനലുകൾക്ക് നിയമത്തിന് മുന്നിൽ ഇപ്പോൾ പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര സെഷൻസ് കോടതി ദാക്ഷിണ്യമില്ലാതെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നുമാത്രമല്ല, ഈ സൈബർ ഗുണ്ടയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 2 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. എന്നാൽ കോടതിയിൽ സമർപ്പിച്ച പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കേട്ടാൽ ഏതൊരു മലയാളിയും മൂക്കത്ത് വിരൽ വെച്ചു പോകും. തങ്ങൾ ചെയ്ത വർഗീയ കള്ളത്തരം നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ ഈ ഡിവൈഎഫ്ഐ നേതാവ് തന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും റീസെറ്റ് ചെയ്ത് പ്രധാന തെളിവുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. തെളിവുകൾ ഇല്ലാതാക്കാൻ ജിതിൻ ബോധപൂർവ്വം നടത്തിയ ഈ നീക്കം കാരണം ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന് ഫോണിലെ ഡേറ്റ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ നിഗമന പ്രകാരം ഈ ഫോണിൽ വെച്ചാണ് ആ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ജിതിൻ ഭാസ്കറോ അല്ലെങ്കിൽ ഇയാളുടെ സഹായിയോ ആകാം ഇത് ഡിസൈൻ ചെയ്തത്. ഇത്തരത്തിൽ നിർമ്മിച്ച വർഗീയ വിഷം അടങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് ജിതിൻ വെറുതെ കയ്യിൽ വെക്കുകയല്ല ചെയ്തത്. 200ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഇയാൾ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് SIT ജിതിനിലേക്ക് എത്തുന്നത്. ഈ കേസിന്റെ നാൾവഴികൾ നോക്കിയാൽ കൃത്യമായ ഒരു പാർട്ടി ആസൂത്രണം ഇതിൽ കാണാൻ കഴിയും. ജിതിൻ ഭാസ്കർ ഈ വ്യാജൻ ആദ്യം കൊണ്ടിടുന്നത് വടകര സ്ക്വാഡ് എന്ന ഇടതുപക്ഷ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അവിടെ നിന്നും തൊട്ടടുത്ത നിമിഷം ഇതേ സ്ക്രീൻഷോട്ട് വാങ്ങി ഡിവൈഎഫ്ഐയുടെ മറ്റൊരു പ്രമുഖ നേതാവായ റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ കൊണ്ടിട്ട് സൈബർ ഇടങ്ങളിലാക്കി അണിനിരത്തി പ്രചരിപ്പിച്ചു. എന്നിട്ടാണ് ഇതിന്റെ മുഴുവൻ കുറ്റവും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ തലയിൽ കെട്ടിവെച്ച് വോട്ട് പിടിക്കാൻ ഇവർ നാടകം കളിച്ചത്. സ്വന്തം അണികൾ തന്നെയാണ് ഈ വർഗീയ ബോംബ് നിർമ്മിച്ചതെന്ന് ഡിജിറ്റൽ തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് ഇപ്പോൾ ഒളിക്കാൻ ഇടമില്ലാതായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഗൗരവമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള വർഗീയ അധിക്ഷേപം നടക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കണ്ണ് നനയിച്ച LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ എന്ന് എവിടെ പോയി ഒളിച്ചു? അന്ന് UDF പ്രവർത്തകർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും തന്നെ കാഫിർ എന്ന് വിളിച്ചവരെ വെറുതെ വിടരുത് എന്നും നാട് നീളെ പ്രസംഗിച്ച ശൈലജ ടീച്ചർ ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും ബ്ലോക്ക് നേതാവാണ് ഈ വർഗീയ പോസ്റ്റ് ഉണ്ടാക്കി അകത്തായിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് കനത്ത മൗനം പാലിക്കുന്നത്? ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും ജിതിന് ഉപദേശവും നിർദ്ദേശവും നൽകിയത് ഇതേ ഉന്നത നേതൃത്വം ആയതുകൊണ്ടാണ്. സ്വന്തം നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂളുകളുമായി വരികയാണ്. ഈ വിഷയത്തിലാണ് വടകരയിലെ UDF MP ഷാഫി പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള കനത്ത രാഷ്ട്രീയ ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വടകരയിലെ രാഷ്ട്രീയ പ്രബുദ്ധതയെയും അന്ന് നീതിക്ക് വേണ്ടി കനത്ത നിശ്ചയദാർഢ്യത്തോടെ പരാതി നൽകിയ പാറയ്ക്കൽ അബ്ദുള്ളയെയും ഷാഫി പറമ്പിൽ അഭിനന്ദിച്ചു. എന്ത് ആക്രമണം നടത്തിയാലും പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നതാണ് ഇവരുടെ രീതി. അവരുണ്ടാക്കിയ വ്യാജ നിർമ്മിതി മറ്റുള്ളവർക്കെതിരെ ഉപയോഗിച്ച് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. എന്നാൽ ഇപ്പോൾ അവർക്ക് നിയമപരമായി തിരിച്ചടി ലഭിച്ചിരിക്കുകയാണെന്നുമാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത്. മുൻപ് പോലീസിനെ വെച്ച് റിബേഷിൽ നിന്ന് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാർട്ടി വലിയ ശ്രമം നടത്തിയതാണ്. വടകരയുടെ മണ്ണിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിച്ച ഈ കമ്മ്യൂണൽ പോയിസൺ ബോംബ് വടകരയിലെ ജനങ്ങൾ കൃത്യമായി ഡിഫ്യൂസ് ചെയ്തു കഴിഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയൊന്നുമല്ല. ഇതിന് പിന്നിൽ പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായ പങ്കുണ്ട്. മുൻപ് ഫസലിനെ കൊന്നതിന് ശേഷം തുവാല കൊണ്ടുപോയി ക്ഷേത്രത്തിലിട്ടതും മാഷാ അള്ളാ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് അക്രമം നടത്തി എതിരാളികളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതും ഇതേ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു. സത്യം ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും. നാടിന്റെ ഐക്യം തകർക്കാൻ നോക്കിയ സകല സൈബർ ക്രിമിനലുകളും നിയമത്തിന് മുന്നിൽ അഴിയെണ്ണുന്ന നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.